എല്ലാവർക്കും നമസ്കാരം. സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ സ്നേഹക്കൂട് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സേതു അതുപോലെ തന്നെ സേതുവിന്റെ കൂട്ടുകാരനും കൂടിയാണ് പൗർണമിയുടെ വീട്ടിൽ നിന്നും ആ ഒരു മാല മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുവും അതുപോലെ തന്നെ പ്രതാപനും ഒക്കെ ചേർന്ന് ഒരു കള്ളക്കഥ അവിടെ മെനഞ്ഞെടുക്കുകയാണ്. ഈ സമയത്താണെങ്കിലും സേതു പറഞ്ഞു, അതെ, നിങ്ങളുടെ ആരുടെയും 1 രൂപ പോലും മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേട് ഈ മാധവന്റെ മകൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു ഇങ്ങനെ കസർത്ത് നല്ല രീതിയിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പ്രതാപന്റെ നേരെ അങ്ങ് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പ്രതാപനാണെങ്കിലോ, ഇവൻ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? ഇവനെ എന്തായാലും ഇവന്റെ റൂമിൽ നിന്ന് തന്നെ ആ മാല കണ്ടെത്തണമല്ലോ. അപ്പൊ ഋതു ആണെങ്കിലോ ഓൾറെഡി ഈ സാധനമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി അവള് നമ്മുടെ സേതുവിന്റെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് തന്നെ ഇത് കൈയോട് കൂടി പിടികൂടാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഋതു അതുപോലെ തന്നെ പ്രതാപനും കൂടി കരുക്കളൊക്കെ നീക്കുന്നത്. അങ്ങനെ സേതു ഇടയൊന്ന് മനസ്സിലാകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ പൂർണിമ ഇടപെടുകയാണ്. പൂർണിമ പറഞ്ഞു, അതെ, ഇതിനി ഒരു വിഷയമാക്കണ്ട, എന്തായാലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, നീ എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കുമെന്നും പറഞ്ഞ് ഋതുവിനെ ശാസിക്കുകയാണ്. ഋതുവാണെങ്കിലോ, അല്ലമ്മേ, സത്യത്തില് ദേ പുറത്തുനിന്നാണ് എന്ന് പറയാനായിട്ട് ഇവര് രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ, വേറെ ആരാ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാനുള്ളത്? എന്തായാലും എനിക്ക് എന്റെ നെക്ലസ് പോയതിൽ ഇവന്മാരെ തന്നെയാ സംശയമെന്ന് അവളിങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കിനും മതി, ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂർണിമ ഷൗട്ട് ചെയ്തിട്ട് അവൾ അകത്തോട്ട് കയറി പോവാണ്. ഈ സമയത്താണെങ്കിലും തങ്ങളുടെ പേരിൽ അതും കള്ളക്കഥ ഉണ്ടാക്കിയല്ലോ, അതിന് ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് സേതുവും കൂട്ടുകാരനും കൂടി അവിടെ ചെറിയൊരു പ്ലാൻ മെനയുന്നത് കാണിക്കുകയാണ്. ഈ സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ പല്ലവിയുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടിയിരുന്ന് സംസാരിക്കുക. രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രാജേശ്വരി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മോളെ, നീ ഒരു കാര്യം ചെയ്, അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക്, ദേ എത്രയും പെട്ടെന്ന് തന്നെ നീ ആ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് മാറി താമസിക്കെന്ന് പറയാണ്. ഇല്ലമ്മേ, എന്തിനാ ഞാൻ ഇന്ദ്രനെ പേടിച്ച് നാട് വിടുന്നത്? ഇന്ദ്രനും ഇന്ദ്രന്റെ അമ്മയും ഒക്കെ എത്രമാത്രം അത് മോശ സ്വഭാവമുള്ളവരാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായതല്ലേ. എന്നിട്ടിപ്പതാ എന്നെ സേതുവേട്ടനെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എന്ത് പറയാനാ, ഞാൻ ആ പന്തല് പണിക്കാരനെയാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് നല്ല പേടി. അമ്മ പറഞ്ഞു, സാറേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മോളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ദേ എന്ത് ചെയ്യാനാ, ഇവളുടെ തലയിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും കേറുന്നില്ല എന്നും പറഞ്ഞ് ആ അമ്മ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും പല്ലവി പറഞ്ഞു, അമ്മേ, ഒരിക്കലും ഞാൻ ഇന്ദ്രനെ പേടിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട്ടിൽ തന്നെ നിന്ന് അതും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. ഈ മോള് എന്തായാലും ചില്ലറക്കാരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അമ്മയാണെങ്കിലും ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആരെ കൊണ്ട് പറയിപ്പിച്ചാലാണ് ഇവളൊന്ന് മാറി ചിന്തിക്കുക എന്നൊക്കെ ആലോചിച്ച് അമ്മ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രാജേശ്വരിയും അതുപോലെ തന്നെ ഇന്ദ്രനെയുമാണ്. രാജേശ്വരി ആണെങ്കിൽ ഇന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, ഈ പല്ലവി എന്ന് പറയുന്നവളെ നമ്മുടെ കാൽച്ചൂട്ടി കൊണ്ടുവന്ന് അവളെ ഇട്ട് കഷ്ടപ്പെടുത്തണം. അത് തന്നെ ആയിരിക്കും അവൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ. എന്തായാലും നീ കെട്ടിയ താലിയാണല്ലോ അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യയായിട്ട് അവള് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ വരണം. എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുക തന്നെ വേണം. കുറച്ച് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും പല്ലവിയെ നിന്റെ അടിമയാക്കി ഇവിടെ കൊണ്ടുവരണം. എനിക്ക് എന്തായാലും അതൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ, ഞാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പല്ലവി എന്ന് പറയുന്ന ആ മാൻപേട ഈ കയ്യിൽ നിന്ന് വഴുതി പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിച്ചു ഒരു സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് ഇന്ദ്രന്റെ പഴയ ഒരു കാമുകി എത്തുകയാണ്. അപ്പം അവള് കയറി വരുമ്പോഴത്തേക്കിനും ഇന്ദ്രനാണെങ്കിൽ, അമ്മ, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ രാജേശ്വരിയുടെ അടുത്ത് വന്നിട്ട് അവള് പറഞ്ഞു, ആന്റി, എനിക്ക് ആന്റിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾ എത്രയും സന്തോഷത്തോടു കൂടിയാണ് ഇന്ദ്രന്റെ വിവാഹമൊക്കെ നടത്തി കൊടുത്തത്. ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ദ്രേട്ടന് ഇഷ്ടമാണെങ്കിൽ ഇന്ദ്രേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് ആ പെണ്ണ് അവിടെ വെച്ച് പറയുകയാണ്. എന്തായാലും ഈ ഇന്ദ്രനും അതുപോലെ തന്നെ ഇപ്പം വന്ന് കയറിയിരിക്കുന്ന ഈ പെൺകുട്ടിക്കും തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ നടക്കാൻ പോകുന്നത്.
എന്തായാലും നമ്മുടെ സേതുവിനെ കള്ളനാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഋതുവിനും അതുപോലെ തന്നെ പ്രതാപൻ എന്ന് പറയുന്ന അങ്ങേർക്കുമുള്ള പണി നമ്മുടെ സേതു തന്നെ കരുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല്ലവിയെ എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിലാക്കണമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രന് 8ന്റെ അല്ല 16ന്റെ പണിയായിട്ടാണ് ആ ഒരു പെങ്കൊച്ചും വന്ന് ചേർന്നിരിക്കുന്നത്. ഇന്ദ്രന്റെ മനസ്സറിഞ്ഞിട്ട് വേണം അവൾക്ക് ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ എന്ന് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.